ഹായ് ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന ഒരു മഹേന്ദ്ര XUV 700 ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഈ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു XUV ലുക്സ് തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു ലൈറ്റ് പാർട്ടും ആ ഒരു ഗ്രില്ലും അത്യാവശ്യം നല്ലൊരു മോൾഡിംഗ് ഡിസൈൻ തന്നെയാണ് നമുക്ക് ഈ ഒരു XUV 700 കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു സിൽവർ കളറാണ് കേട്ടോ. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ഒരു ക്യൂട്ട്നെസ് ആയിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു അടിയിലെ ആ ഒരു പാർട്ടൊക്കെ ആണെങ്കിലും, പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് മിറർ ആണെങ്കിലും ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കിലും ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്, അത് ബ്ലാക്ക് ആണ്. ഇപ്പോൾ കാണുന്നത് ഞാനും XUV കൂടി ആയിട്ടുള്ള ഫ്രണ്ടിലെ കുറച്ച് 2-3 ഷോട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഡോറിൽ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡോർ പാഡിൽ ഒരു ഹാൻഡിൽ ടൈപ്പ് ഒരു പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പുഷിംഗ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വലിക്കാവുന്ന രീതിയിലുള്ളൊരു ഡോറിന്റെ ഒരു ഹാൻഡിൽ തന്നെയാണ് നമുക്ക് ഇതിൽ കാണുന്നത്. അത് നമുക്ക് XUV 700 വേറെ ഫോറിൻ വണ്ടികളിലാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ കീ ആണെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള കീ ആണ്. നമുക്ക് ഇപ്പോഴത്തെ വരുന്ന ന്യൂജൻ ഒരു മോഡലിലുള്ള കീ ആണ്. നമുക്ക് അകത്തേക്ക് വരുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു XUV നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ തന്നെ ഒരു XUV കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇത് 7 സീറ്റർ വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ്. ഏകദേശം ഒരു 13,99,000 രൂപ അടുത്ത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഫ്രണ്ട് ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടോപ്പ് മോഡല് വരുമ്പോഴാണ് നമുക്ക് SS4 വരുന്നുണ്ട്. 4x4 ആണ് നമുക്ക് ടോപ്പ് മോഡൽ വരുന്നത്. പിന്നെ ഇത് 1997 cc എഞ്ചിനാണ്. BHP 197 ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ ഇതിൽ XUV കൊടുത്തിരിക്കുന്നത്. അതേപോലെ റേറ്റിംഗ് വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് 4.6 ആണ് നമുക്ക് റേറ്റിംഗ് വരുന്നത്. പിന്നെ നമുക്ക് ഹാൻഡ് റെസ്റ്റിലൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ഒരു സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇതിൽ. നമ്മൾ ഈ ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ. ഗിയർ നോബൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടി ഗിയർ നോബൊക്കെയാണ്. കാസ്റ്റീരിയോ വരെ വരുന്ന ഫംഗ്ഷനും കാര്യങ്ങളും ഓട്ടോഗ്രാഫിക് AC കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം മൊത്തത്തിലൊരു ഇക്കോ AC അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാം. പിന്നെ ചാർജബിൾ സോട്ടുകളാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചാർജബിൾ സോട്ടുകളാണ്. പിന്നെ ഇതിന് സമാനമായിട്ടുള്ള വണ്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കോർപിയോ വരുന്നുണ്ട്, ടാറ്റ സഫാരി വരുന്നുണ്ട്, ഹാരിയർ വരുന്നുണ്ട്, ഹുണ്ടായുടെ അൽക്കസാർ വരുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിയൊക്കെ ആയിട്ടാണ് ഇത് കോമ്പറ്റേറ്റ് ചെയ്യുന്നത് ഈ മഹേന്ദ്ര 700. പിന്നെ അത്യാവശ്യം മൈലേജ് വരുന്നത് 17.5 കിലോമീറ്റർ മൈലേജ് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു മഹേന്ദ്രയില്. നമ്മൾ ഈ ഡോർ പാഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്, സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ട് തന്നെയാണ്. ബേസ് മോഡൽ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മഹേന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ്. നമുക്ക് ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു സ്പോർട്ടി ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ വണ്ടിയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓസ്ട്രേലിയയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മഹേന്ദ്ര XUV 700 ഒക്കെ നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ഒരു പ്രീമിയം വണ്ടി തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.